പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാമത്തിൽ ഒരുമയോടെ അർപ്പിക്കാം. സർവേശ്വര സ്തുതി ഗീതം. അങ്ങനെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ അങ്ങനെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എപ്പോൾ സ്തുതിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ അങ്ങനെ നാമം പുസ്തകമാകണമേ, അങ്ങനെ രാജ്യം വരണമേ, അങ്ങനെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നമ്മോടുകൂടെ. ആ വിശ്വാസം യഥോമാത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നവരും ഞങ്ങളെ യേശുക്കളാക്കണമേ. സർവ്വനെയും നാഥായിലേക്കും കർത്താവേ രാജാവേ പാടും പോകൽ എന്നും ഞാൻ സകലേശാലിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായിലേക്കും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ ആത്മാക്കളെ രക്ഷിക്കുന്നവൻ ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞാൻ എപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിലേക്കും ശബ്ദമുയർത്തി
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. യേശുവിനെ സമേതനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായ നീക്കും. ഏഷ്യായുടെ പുസ്തകത്തിലുള്ള വായന 60-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കട്ടെ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകളുയർത്തി ചുറ്റും നോക്കിക്കാണുക, അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദം പുലർത്തുന്നതാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും എഫായിലെയും ഒട്ടകപുത്രന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ശേബായിൽ നിന്നുള്ളവരും വരും, അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിന്റെ കീർത്തനം ആരംഭിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും, നെബായോത്തിലെ ഉണ്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാമിതം അവ എന്റെ ബലിപീഠത്തിൽ വരും. എന്റെ ശ്രേഷ്ഠമായ അലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായ നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെതിരെ 5-ാം അധ്യായം 20 മുതൽ 21 കർത്താവിനെ സ്വീകരിക്കുകയും പാപം വർദ്ധിപ്പിക്കാൻ നീതികൊണ്ട് രംഗപ്രവേശനം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്തത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആർക്കും ഉയർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജീവിതത്തിലേക്ക് നയിക്കാൻ ആർക്കും പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമർത്ഥമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവരോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മുഖത്ത് ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയരിയിൽ നയിക്കേണ്ടതിനാണ് അവരോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവന്റെ പുനരുദ്ധാരണത്തിന് സദൃശ്യമായ പുനരുദ്ധാരണത്തിലും അവരോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണ്. ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊണ്ട്
1 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയിലെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീര സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമിയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിശുവിന്റെയും അടുത്തേക്ക് പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. പത്രോസ് ഉടനെ മറ്റേ ശിശുവിനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചു. എന്നാൽ മറ്റേ ശിശു പത്രോസിനേക്കാൾ കൂടുതൽ വേഗം പോയി ആദ്യ കല്ലറയുടെ അടുത്തേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന് പിന്നാലെ വന്ന ശിമിയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നു. തലയിൽ കെട്ടിയിരുന്ന കച്ചയോടുകൂടി അല്ലാതെ തരിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യ മറ്റേ ശിശുവും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരുന്നു എന്ന തിരുവെഴുത്ത് അവ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. പരാജയങ്ങൾക്കപ്പുറം ദൈവമുണ്ട്, ഉദ്ധാരമുണ്ട്. ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, വളരെ മനോഹരമായ ഒരു കാലമാണ്. ഒരു മഴയും തോരാതെ നീങ്ങില്ല. ബഹുമാനപ്പെട്ട സാജൻ പി മാത്യു എന്ന അച്ഛനാണ് ആ കവിത, ആ ഗാനം രചിച്ചത്, സംവിധാനം ചെയ്തത്. അദ്ദേഹം വെല്ലൂർ ക്യാൻസർ സെന്റർ ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് 33 വേരിയേഷനുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമയം തലവിലായതുകൊണ്ട് തന്നെ വളരെ കഠോരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന നിമിഷങ്ങൾ, പ്രതീക്ഷിക്കാതെ പ്രത്യാശിക്കാതെ ഒന്നുമില്ലാതെ ചിന്തിച്ചിരിക്കുന്ന സമയം അദ്ദേഹത്തിന് ബോബി ജോസഫ് കപ്പൂച്ചിന്റെ ഒരു പുസ്തകം ലഭിക്കുകയാണ്. ആ പുസ്തകത്തിലെ ചെറിയ ഒരു കഥ അദ്ദേഹത്തെ ഏറെ സ്പർശിക്കുകയാണ്. രണ്ടുപേർ ദേവാലയത്തിലേക്ക് പോയി ആരാധനയിൽ പങ്കുകാരായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ ശക്തമായ മഴ കണ്ടിട്ട് ഒരുവൻ പറയുകയാണ്, വേണ്ടായിരുന്നു, പോരണ്ടായിരുന്നു, മക്കളും ഭാര്യയും പറഞ്ഞതാണ്, പോകണ്ടായിരുന്നു. അപ്പോൾ അവൻ തോളിൽ തട്ടിയിട്ട് ഇപ്രകാരം പറയുകയാണ്, സ്നേഹിതം, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. സ്നേഹം ഉയർപ്പെടുന്നതാണെങ്കിൽ ചിന്തയും ഇത് തന്നെയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ബാക്കിയില്ല എന്ന് ചിന്തിച്ചെടുത്താണ് ദൈവിക ഇടപെടൽ ഉദ്ധാര രൂപത്തിൽ സംഭവിക്കുകയാണ്. മഗ്ദലന അതിരാവിലെ യേശുവിന്റെ കബറിടത്തിലേക്ക് പോകുകയാണ്. പോകുന്നത് സാധാരണഗതിയിൽ കണ്ണീര് വാങ്ങുവാൻ, ശേഷക്രമങ്ങൾ നടത്തുവാനൊക്കെയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുക ശവകുടീരത്തിന്റെ കല്ല് മാറ്റിയിരിക്കുന്നു. അതിൽ യേശുവിനെ കാണുന്നില്ല. അവിടെ വ്യക്തമായ അടയാളങ്ങൾ കൊടുത്തിട്ടാണ് അവൻ പോകുക. കച്ച അവിടെ കിടക്കുന്നത് കണ്ടു. തലയിൽ കെട്ടിയിരുന്ന തുവാൽ ചുരുട്ടി വെച്ചിരിക്കുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് യജമാനൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭൃത്യൻ ദൂരെ
നോക്കി നിന്നുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വരും. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ അലസമായാണ് മാറിയിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം സംതൃപ്തനായി ഞാൻ പോകുന്നു എന്നതാണ്. എന്നാൽ ചുരുട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഞാൻ തിരക്കിലാണ്, അല്പം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും, അല്പം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും എന്നതാണ് അതിനർത്ഥം. ചുരുട്ടി വെച്ചിരിക്കുന്ന ആ തുവാലയുടെ അർത്ഥം ഞാൻ വീണ്ടും വരും എന്നതാണ്. അതിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ട്. സാധാരണഗതി ആരെങ്കിലും മോഷിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ തുവാലയെ ചുരുട്ടി വെക്കുകയില്ല, മറിച്ച് മോഷിക്കുവാനുള്ള തത്വപാടിൽ കൊണ്ടുപോകുകയുള്ളൂ, അലസമായി കിടന്നേ. ദൈവിക പദ്ധതിക്കനുസരിച്ച് വ്യക്തമായ സന്ദേശം കൊടുത്തുകൊണ്ട് ആ തുവാല ചുരുട്ടി വെക്കുകയാണ്, വീണ്ടും വരുമെന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട്. അവന്റെ ആ അടയാളം വ്യക്തമാക്കുകയാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം അവന്റെ അടയാളം വ്യക്തമാക്കുകയാണ്. തിബേരിയോസ് കടൽത്തീരത്ത് പ്രഭാതഭക്ഷണമായി കാത്തിരിക്കുന്ന ഈശോയിലൂടെ അവന്റെ അടയാളം വ്യക്തമാക്കുകയാണ്. സംശയാരൂപനായ തോമസിനായി പ്രത്യക്ഷപ്പെടുന്നതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. തമ്പുരാൻ കൂടെയുണ്ട്, കൂടെയുണ്ടാകുമെന്ന്. എല്ലാ സങ്കടങ്ങളുടെയും അപ്പുറത്ത്, എല്ലാ ദുഃഖങ്ങളുടെയും അപ്പുറത്ത്, എല്ലാ പരാജയങ്ങളുടെയും എല്ലാ ബലഹീനതകളുടെയും അപ്പുറത്ത് ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എത്താവുന്നതിന് അങ്ങേ അറ്റത്ത് പാതാളത്തിൽ എത്തിച്ചേരുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ അവസാനിക്കുന്നതല്ല ജീവിതം, മറിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതാണ് ജീവിതം. മരണത്തിന് അപ്പുറം ദൈവമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ. ഈസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉദയം, പ്രഭാതം എന്നതാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അപ്പുറത്ത് ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, ആ ദൈവിക ഇടപെടലിനായിട്ട് കാത്തിരിക്കുവാൻ, ദൈവിക ഇടപെടലുണ്ടാകുമ്പോൾ എന്റെ ജീവിതത്തിൽ പുത്തൻ പ്രഭാതവും പുത്തൻ ഉദയമുണ്ടാകുമെന്ന് പ്രത്യാശയർപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ഈശ്വരന്റെ ചൈതന്യം ഉൾക്കൊള്ളുകയാണ്. ദൈവത്താൽ അനുഗ്രഹീതരാകുകയാണ്. ദൈവത്താൽ അനുഗ്രഹീതരാകുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കർത്താവിനെ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ ഉദാനത്തിൽ ആദ്യം ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഭരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ ഉദാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശയോടുകൂടി കുരിശിൽ തറയ്ക്കാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ചരിത്രത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണ്ണമായ ഉദാനത്തെയും അവർമ്മയുമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് വെള്ളം ഓട്ടമോടാനും വിശ്വാസം സംരക്ഷിക്കാനും വാരിത്തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമോരുതിനെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ പാവനം ഞങ്ങൾ അറിയണമേ, അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലനാഥനായ തനിക്ക് വാസം നമ്മുടെ കടകളുടെയും പാവങ്ങളുടെയും കാണാൻ കഴിയട്ടെ. അങ്ങയുടെ അഭിമാനത്തെ എപ്പോഴും സ്തുതിക്കും.
അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കുർബാനായ കരങ്ങൾ വഴി മുക്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തിലുള്ളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിഷയസ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിശാലങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവുന്ന പരിശുദ്ധാത്മാവായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ നേതൃത്വത്തിൽ സ്വർഗവാസികളായിരങ്ങളും പതിനായിരങ്ങളും മുമ്പിൽ ആരാധിക്കുന്നു. അഗ്നിമയമാരും പരിപൂർണമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മനോഹരമായ പ്രവീണന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Thank you.
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി പാനം ചെയ്യുന്നു. കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ പോലെ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എന്നോട് വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവാസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതികീകരിക്കുകയും ചെയ്യട്ടെ. ഇതിനെ ഞങ്ങളുടെ ബോധ്യവും പാപങ്ങളുടെ മോചനത്തിലും മനുഷ്യരുടെ ഉയർത്തുള്ളവരെ പ്രത്യാശയും അങ്ങേ പ്രിയപ്പെടുത്തിയ എല്ലാവരും വഹിച്ച് സ്വരാജ്യം ജീവിതത്തിനും കാരണമാണ്. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ കൃപയുള്ള ദൈവം എന്നോട് ദൈവമേ. സ്തുതിയും
ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് പ്രധാന സമ്പത്താണ് അടിയാളത്തിനെതിരെയും പാപങ്ങളെ കുറിച്ച് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോടുകൂടിയും പാപമോചനമായി യാചിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് കലങ്ങളും വഴി നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പങ്കുകൊള്ളാം. കർത്താവ് ഇവരുടെ ശരീരങ്ങളുടെ മാത്രം രക്ഷിക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കുക. സുഖസ്നായ അങ്ങയുടെ നാമം പുസ്തകമാകണമേ, അങ്ങയുടെ ആവശ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സമുദ്രയെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ും
കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ മടിച്ചതിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാതെന്തേ മടിച്ചതിത്ര. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. ഗോതമ്പുമണികൾ ആനന്ദനിർവൃതി തിരുവോസ്തിയാകാൻ പൊടിഞ്ഞിടുമ്പോൾ. ഗോതമ്പുമണികൾ ആനന്ദനിർവൃതി തിരുവോസ്തിയാകാൻ പൊടിഞ്ഞിടുമ്പോൾ. ഗോതമ്പു തുണ്ടും ആരാധ്യപാത്രം കുർബാനയാൽ വാഴ്ത്തപ്പെടുമ്പോൾ. ഗോതമ്പു തുണ്ടും ആരാധ്യപാത്രം കുർബാനയാൽ വാഴ്ത്തപ്പെടുമ്പോൾ. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. പാടും കണ്ടും സ്തുതിഗീതം പാടും ചങ്കു തുഴയും ത്യാഗമിട്ടാലും. പാടും കണ്ടും സ്തുതിഗീതം പാടും ചങ്കു തുഴയും ത്യാഗമിട്ടാലും. നോവു നൽകിയ നന്മകളോർക്കവേ നോവിച്ച മനുഷ്യനെ നമിച്ചിടാം. നോവു നൽകിയ നന്മകളോർക്കവേ നോവിച്ച മനുഷ്യനെ നമിച്ചിടാം. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ മടിച്ചതിത്ര. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും സൃഷ്ടിയെ കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ദൈവത്തിൻ സ്നേഹം. പരിശുദ്ധാത്മാവിന്റെ സുന്ദരവും പരിശുദ്ധവും ജീവനായ ദൈവവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞതയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ
വിശുദ്ധീകരണത്തിന്റെ